ക്യാമറ ഏതാണ്? കേരള നിയമസഭയുടെ അംഗത്വം വഹിക്കുന്നതിന് സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ നിയമമനുസരിച്ച് സ്ഥാപിതമാകുന്ന ഈ ഭരണഘടനയിൽ ഞാൻ യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുന്നു. ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഞാൻ നിലനിർത്തുന്നു. ദൈവത്തിൻ്റെ പേരിൽ സത്യം ചെയ്യും. ധൈര്യമായിട്ട് ഇഷ്ടം പോലെ കിട്ടുന്ന സത്യം പറയാണ്. ഒരു കുഴപ്പവുമില്ല. ഇനി വിരലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇന്ന് നോമിനേഷൻ നൽകി. ആത്മവിശ്വാസം വർദ്ധിക്കുകയാണോ? എങ്ങനെയാണ് ഒരു പൊതുവിലെ ഫീൽഡിൽ നിന്നുള്ള റെസ്പോൺസ്? ആ കാര്യത്തിൽ പറയാനുണ്ട്. ഇത്രയധികം ആ മണ്ഡലത്തിനകത്ത് നമ്മളെ നിർദ്ദേശിച്ച് ആ മണ്ഡലത്തിനകത്തോട്ട് പോകുമ്പോൾ തന്നെ ആൾക്കാരുടെ പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരുപക്ഷെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 25,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്ത് പോകുമ്പോൾ ആൾക്കാരുടെ പ്രതികരണം കാണുമ്പോൾ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ആത്മവിശ്വാസം, സ്ഥാനാർത്ഥി എന്നുള്ള ആത്മവിശ്വാസം ഉണ്ട്. അപ്പോൾ വിട്ടുപോയ സീറ്റ് തിരിച്ചു പിടിക്കാനുള്ള കിട്ടുമെന്നുള്ള ഉറപ്പ് സംശയമില്ല. തീർച്ചയായിട്ടും കാട്ടാക്കട UDF അധികാരത്തിൽ വരുന്ന ഈ ഘട്ടത്തിൽ കാട്ടാക്കടയിൽ നിന്നുള്ള പ്രതിനിധി ആ നിയമസഭയിൽ. ഈ ത്രികോണ മത്സരമാണോ ആരും തമ്മിലുള്ള മത്സരമാണോ? എങ്ങനെയാണ് കണക്കാക്കുന്നത് ഈ ഘട്ടത്തിൽ? ചിത്രം തെളിയാൻ ഇനി ഒരാഴ്ച കൂടി കഴിയും. എന്നാലും ഒരു ത്രികോണ മത്സരമാണോ? UDF-ഉം LDF-ഉം തമ്മിലുള്ള ഒരു മത്സരമാണ് കഴിഞ്ഞ കാലങ്ങളിൽ നടന്നത്. പക്ഷേ ഇപ്പോൾ സ്ഥിതി മാറിയിട്ടുണ്ട്. ത്രികോണ മത്സരം അവിടെ നിന്ന് കാട്ടാക്കടയിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നമ്മൾ നോക്കണം. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ BJPക്ക് മുൻതൂക്കം കിട്ടി. തൊട്ടുമുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഈ വോട്ടുകൾ തമ്മിലുള്ള വ്യത്യാസം കഴിഞ്ഞ ദിവസം ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുമായി തട്ടിച്ച് നമ്മൾ താരതമ്യം നടത്തും. ഓക്കെ, താങ്ക് യു.